ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. വീട്ടിലെ പ്രസവങ്ങൾ കൂടുന്നതിന് കാരണം മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസം. വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകം. ആട് വരുന്നു 2, 3, 4 നായ മൂന്നാം മാസം വരുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ആചാരവുമായി ബന്ധമില്ലെന്ന് മതപണ്ഡിതർ. മലപ്പുറത്ത് യുവതി മരിച്ച സംഭവത്തിൽ പ്രസവമെടുക്കാൻ സഹായിച്ച സ്ത്രീ പോലീസ് കസ്റ്റഡി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ വീണ്ടും പുലിയിറങ്ങി. പൂഴിത്തോട് മാവട്ടത്ത് ആടിനെ കൊന്നു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച വനം വകുപ്പ്. കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ KSEB ഉദ്യോഗസ്ഥനെതിരെ ലൈംഗികാതിക്രമ പരാതി. ഓഫീസിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന ജീവനക്കാരി. അസിസ്റ്റന്റ് എഞ്ചിനീയർ റാഷിദിനെതിരെ കേസെടുത്ത പോലീസ്. മുനമ്പം ഭൂമി കേസിൽ അതിവേഗം വിധി പറയാൻ വഖഫ് ട്രൈബ്യൂണൽ. തിങ്കളാഴ്ച മുതൽ വാദം കേൾക്കും. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന വഖഫ് ബോർഡിന്റെ ആവശ്യം ട്രൈബ്യൂണൽ തള്ളി. മുസ്ലിങ്ങൾ വഖഫ് ഭേദഗതി എതിർക്കുന്നില്ലെന്ന് അമിത്ഷാ. എതിർക്കുന്നവർക്ക് പ്രത്യേക താൽപര്യമെന്നും ന്യൂസ് 18 റൈസിംഗ് ഭാരത് സമ്മിറ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി. മണ്ഡല പുനർനിർണയത്തിനെതിരെ പ്രതിഷേധം തുടരവെ അമിത്ഷാ ഇന്ന് തമിഴ്നാട്ടിൽ. സന്ദർശനം BJP അധ്യക്ഷനെ മാറ്റിയേക്കുമെന്ന സൂചനകൾക്കിടെ വിവിധ പാർട്ടി നേതാക്കളുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും. RSS നേതാവ് ഗുരുമൂർത്തിയെയും കാണും. CPI സംസ്ഥാന കൌൺസിൽ ഇന്ന് തുടങ്ങും. പാർട്ടി സമ്മേളനങ്ങളുടെ നടത്തിപ്പും സംഘടനാ വിഷയങ്ങളും പ്രധാന അജണ്ട. സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ പാടില്ലെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം ചർച്ചയാകും. K. ഇസ്മായിലിനെതിരായ നടപടിയിൽ വിമർശനം ഉയർന്നേക്കും. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. അമേരിക്കയിൽ നിന്നുള്ള പ്രത്യേക വിമാനം ഉച്ചയോടെ ഡൽഹിയിലെത്തും. ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് രേഖപ്പെടുത്തും. പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച അമേരിക്ക. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് 90 ദിവസത്തെ ഇളവ്. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ 125% ഉയർത്തി. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വിജയ തുടർച്ചയ്ക്ക് ഡൽഹി. പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ ബാംഗ്ലൂർ. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിൽ ബാഴ്സലോണയ്ക്കും PSG-ക്കും തകർപ്പൻ ജയം. വീട്ടിലെ പ്രസവത്തിന് കാരണം മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾ. വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം യുവതി മരിച്ച മലപ്പുറത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത്. അതേസമയം ഈ പ്രസവങ്ങൾക്ക് ഇസ്ലാം വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലെന്ന് പ്രമുഖ മതപണ്ഡിതർ അടിവരയിട്ട് പറയും. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്. എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ വിളിച്ച പ്രസവം വേറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. പൂച്ച 6 പേരുന്നു. ആട് വരുന്നു 2, 3, 4 നായ മൂന്നാം മാസം വരുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ആനയും പൂച്ചയും ആശുപത്രിയിലാണോ പ്രസവിച്ചതെന്ന് ചോദിച്ചാണ് ഉസ്താദുമാർ വീട്ടിൽ പ്രസവിക്കാൻ ആളുകളെ ഉത്ബോധിപ്പിക്കുന്നത്. ഇത്തരം അസംഖ്യം വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പലതിലും പല യുക്തികൾ. അന്യപുരുഷന്മാർ മുഖം കാണുന്നത് പോലും നിഷിദ്ധമാണെന്നിരിക്കെ എങ്ങനെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുമെന്നാണത്രേ പ്രധാന ചോദ്യം. ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇതൊന്നും മറ്റുള്ളവർ കാണാൻ പാടില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് സത്യത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇസ്ലാം കൂടുതൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകൾ. പക്ഷെ ഖുർആനിലടക്കം അങ്ങനെ ഒരു ഇതും ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലെ ആളുകൾ വെറുതെ അങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനും ഒരു മതപ്രഭാഷകനായിരുന്നു.
വീട്ടിലെ പ്രസവമടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന മടവൂർ കാഫില എന്നൊരു യൂട്യൂബ് പേജുമുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ ഇദ്ദേഹത്തിന്. അന്ധവിശ്വാസമാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന്റെ പിറകിൽ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക താല്പര്യമാണ്. കാരണം ഈ യൂട്യൂബർമാർക്കൊക്കെ ഇപ്പൊ നല്ല കൊയ്ത്ത. അന്ധവിശ്വാസങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന യൂട്യൂബർമാർക്ക് നല്ല ഡിമാൻഡുണ്ട്. അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. 10,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇസ്ലാമിലെ തന്നെ പുരുഷ മേധാവിത്വത്തിന് അവരാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്ത്രീകൾ ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ നേടി സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും വെറും വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആനിലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അതേസമയം ഇസ്ലാം ഇത്തരം ഒരു നിർബന്ധവും പിടിക്കുന്നില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതരുടെ അഭിപ്രായം. പലതും വളച്ചൊടിച്ചതാണ്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ചികിത്സിച്ചുകൂടാ എന്നില്ല. പക്ഷെ ഒരു പ്രസവം നടക്കുമ്പോൾ ഇസ്ലാമിൽ ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുക, അതുപോലെ തന്നെ ആ കുഞ്ഞിന് മധുരം നൽകുക. ഈ ചടങ്ങൊക്കെ സാധാരണ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലേബർ റൂമിൽ നിന്ന് അവർ ഡെലിവറി കഴിഞ്ഞ് അവർ കുഞ്ഞിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആദ്യമായി നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുറത്തു തരുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നതിന് ഏത് വിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലായാലും അതിനെതിരല്ല. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടാ എന്നൊരു മതവിധിയില്ല. വസ്തുത ഇതായിരുന്നിട്ടും മലപ്പുറം ജില്ലയിൽ വീട്ടുപ്രസവങ്ങൾ കൂടുകയാണ്. രഹസ്യമായി വീട്ടുപ്രസവങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകുന്ന കൂട്ടായ്മകൾ വരെയുണ്ട് ഇപ്പോൾ. മറ്റിടങ്ങളേക്കാൾ മലപ്പുറത്ത് ഇത് വ്യാപകമാകുന്നുവെന്നാണ് പോലീസിന്റെ അനുമാനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന 2391 വീട്ടുപ്രസവങ്ങളിൽ 1337 നടന്നത് മലപ്പുറത്താണ്. ആർക്കും ഇതിന്റെ അപകടം അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇതിനെതിരെ വ്യാപക പ്രതിരോധം തീർക്കേണ്ട സമയത്ത് പലരും മൗനം പാലിക്കുകയാണ്. ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. അനുമോദ് തന്നെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, ഒരു 35 വയസ്സുള്ള സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുകയും 5 കുഞ്ഞുങ്ങൾ അനാഥരാവുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഉറക്കെ സംസാരിക്കുകയും അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ യൂട്യൂബ് എന്ന് എടുത്തു നോക്കിയാൽ അവിടെ ഇത്തരം വീഡിയോകളുടെ, ഇത്തരം സന്ദേശങ്ങളുടെ, ഇത്തരം നെറ്റ്വർക്കുകളുടെ ഒക്കെ ഒരു ബഹളമാണ്. എന്തിന്റെ പേരിലാണ് ഈ ശിലായുഗ കാലത്തേക്കുള്ള രീതികളിലേക്കൊക്കെ മനുഷ്യർ തിരിച്ചു പോകുന്നത്? മലപ്പുറത്ത് ഇത് ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ശ്രീജ, ഇത് വളരെ വ്യക്തമാണ്. വിശ്വാസികളായ ആളുകളെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ ശക്തമായി നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഇത്തരം ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒട്ടേറെ ചാനലുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായ സിറാജുദ്ദീൻ തന്നെ ഇത്തരത്തിലൊരു ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചിരുന്നു. ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ, എന്നാൽ മതപരമായിട്ട് വലിയ ഒരു തരത്തിൽ അടിസ്ഥാനമില്ല എന്ന് മതപണ്ഡിതർ തന്നെ പറയുന്ന കാര്യങ്ങൾ അവർ അവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത ഏറ്റവും അധികമായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും. നേരത്തെ തന്നെ ഏറ്റവും അധികം വിമർശനം ഇസ്ലാം മതം ഏറ്റുവാങ്ങുന്നത് ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്തതിന്റെ പേരിലാണ്. അതിന്റെ വലിയ ഒരു കാരണവും ആ പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഭാര്യമാരെ പരപുരുഷർ കാണരുത് എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പുരുഷന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയോ ഇത്തരം ചികിത്സ നൽകുകയോ ചെയ്യാതെ അവരെ വീട്ടിൽ തന്നെ തുടരാൻ ആ പുരുഷന്മാർ താല്പര്യം കാണിക്കുന്നുണ്ട്. അതിന് മതം ഒരു മറയാക്കുന്നു. ആ ആയുധം അതൊരു വളച്ചൊടിച്ച് അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിന് പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രചാരകർ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇതൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അതായത് മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾക്ക് വലിയ പ്രചാരണം നൽകുന്ന തരത്തിലാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് മാത്രം എന്ന് പറഞ്ഞ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് മലപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ആധിക്യം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് തന്നെ കണക്കുകളും
നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് ഇതിനെ കൃത്യമായ പ്രചരണത്തിലൂടെ മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. അതത്ര എളുപ്പമല്ല. കാരണം ഇതിനെതിരെ തുറന്നു പറയുക എന്നുള്ളത് ഒരുപക്ഷെ പലരും ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് പലർക്കും സാധ്യമാവുകയോ ചെയ്യുന്ന ഒന്നല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതീവ സെൻസിറ്റീവാണ്, അതീവ വൈകാരികമാണ് ഈ വിഷയങ്ങളൊക്കെ എന്നുള്ളതാണ്. ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ആരോഗ്യവകുപ്പിനും നിയമ സംവിധാനങ്ങൾക്കുമാണ്. അവർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രചരണം നടത്തുക, ഇത്തരത്തിൽ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, നിയമവിരുദ്ധമായി അതായത് അനാരോഗ്യകരമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് ചികിത്സ നേടുക എന്നുള്ളത്. അത് നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയിടാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളും ശക്തമായിട്ട് വേണം. അങ്ങനെ മാത്രമേ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാത്രം നേടാൻ കഴിയുന്ന ഒന്നല്ല ഇതിലെ പ്രതിരോധം. വാക്സിന് എതിരായ പ്രചരണത്തെ മലപ്പുറം തോൽപ്പിച്ചത് ചിട്ടയായ പ്രചരണത്തിലൂടെയും സന്ദേശങ്ങൾ നൽകുന്നതിലൂടെയും എല്ലാമായിരുന്നു. അന്ന് മതപണ്ഡിതർ വരെ ഇതിനോടൊപ്പം നിന്നിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ വീട്ടുപ്രസവം അതിന് എതിരെയും അത്തരത്തിലൊരു ക്യാമ്പയിൻ ആവശ്യമാണ്. പക്ഷേ അതിന് എത്രമാത്രം പിന്തുണ വാക്സിനെതിരെ ലഭിച്ചതുപോലെ എത്രമാത്രം വലിയ പിന്തുണ ഇതിന് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ്, ഇതോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മളെ സംസാരിക്കാൻ ഇടവരുത്തിയത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ യുവതി പ്രസവത്തിന്റെ മരിച്ച സംഭവമാണ്. ഇതിലിപ്പോൾ ഈ സ്ത്രീ പോലീസ് കസ്റ്റഡിയിലാണ് എന്നറിയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു അസ്മയുടെ മരണമാണ് ഈ ചർച്ചകളിലേക്കൊക്കെ വഴിവെച്ചത് എന്നുള്ളതാണ്. അതിൽ പോലീസ് കർശന നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സഹായിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത്. ആ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഈ ഫാത്തിമ എന്ന ഈ സ്ത്രീ. അവർ ഈ ഒരു പ്രസവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വയറ്റാട്ടിയാണ് അവർ ഈ ഒരു രാത്രി, അന്ന് സംഭവം നടന്ന ദിവസം രാത്രി വരെ അവിടെ തുടർന്നിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇവർ ഒതുക്കുങ്ങൽ സ്വദേശിനിയാണ്. ഇവരെ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ നിയമം അനുശാസിക്കുന്ന സാധ്യമായ എല്ലാ വഴികളിലൂടെയും പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ശാസ്ത്രവിരുദ്ധമായ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ സംഭവത്തിൽ പരോക്ഷമായിട്ടും അയാളെ സഹായിച്ചവർക്കെതിരെ പോലും നടപടികൾ എടുക്കാൻ പോലീസ് മുതിരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫാത്തിമയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തും, ഏതെല്ലാം നടപടികൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് അല്പസമയത്തിനകം വരും മണിക്കൂറുകളിൽ വ്യക്തമാവും. ശ്രീജ, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ അക്യൂപങ്ക്ചർ ചികിത്സ പഠിച്ചതിന് ശേഷമാണ് അസ്മ ആശുപത്രിയിൽ പ്രസവത്തിന് പോകാതെയായതെന്നാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. ഈ അക്യൂപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിക്ക് പ്രസവം എടുക്കലുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഈ ചികിത്സ ചെയ്യുന്ന അൽത്താഫ് മുഹമ്മദ് പറയുന്നു. അക്യൂപങ്ക്ചർ അക്കാദമിയുടെ പേരിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ വേദിയിലേക്ക് വിളിച്ച് പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി ആദരം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത അൽത്താഫിന്റെ ഓഡിയോ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ. അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ, അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയും വീട്ടിൽ പ്രസവിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യുന്ന വീഡിയോ. എന്നാൽ അത് വീട്ടിലെ പ്രസവത്തെ പ്രൊമോട്ട് ചെയ്തതല്ലെന്നും ഈ കാലഘട്ടത്തിൽ വീട്ടിൽ പ്രസവിക്കാൻ ധൈര്യം കാണിച്ച സ്ത്രീകളെ അനുമോദിച്ചതിൽ എന്താണ് തെറ്റെന്നുമാണ് ആ ചടങ്ങിന്റെ പ്രചാരകൻ കൂടിയായ അക്യൂപങ്ക്ചർ ചികിത്സകൻ അൽത്താഫ് മുഹമ്മദ് ചോദിക്കുന്നത്. പ്രസവം എന്നുള്ളത് സ്ത്രീകളുടെ ഒരു പ്രത്യേക വിഷയമാണ്. അതിനൊരിക്കലും ആരും ഒന്നിനും പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പണ്ട് കാലം മുതൽ പരമ്പരാഗതമായി മനുഷ്യരിൽ നടന്നു വന്നൊരു കാര്യം മാത്രമാണല്ലോ. അത് അവർക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരുടെ പ്രോത്സാഹനമാണ് അവർക്ക് ആവശ്യം? എല്ലാ പ്രകൃതിദത്തമായ ചികിത്സാ രീതികളെയും പോലെ അക്യൂപങ്ക്ചറിലും പ്രസവത്തിനുള്ള ചികിത്സയില്ല. ഗർഭിണിക്കുള്ള ചികിത്സ എന്ന രീതിയിൽ അക്യൂപങ്ക്ചറിനെ ഉപയോഗിക്കാനാകില്ല. നിങ്ങൾ നാച്ചുറലായ ഏത് ചികിത്സകളെ നോക്കിയാലും അവർ പ്രസവം എന്നുള്ളൊരു വിഷയം പലപ്പോഴും കൈകാര്യം ചെയ്യാറേ ഇല്ല. കാരണം നാച്ചുറലായ പഴയ ചികിത്സകളുടെയൊക്കെ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗർഭകാലയളവും പ്രസവവും ഒരു രോഗാവസ്ഥയല്ല, രോഗങ്ങൾക്കുള്ള ചികിത്സ മാത്രമാണ് അക്യൂപങ്ക്ചർ. അപ്പം ഒരു ഗർഭിണി എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചികിത്സിച്ചാൽ
അയാൾ ശരിക്കും ആ പഴയ ചികിത്സയോട് ചെയ്യുന്നൊരു വൈരുദ്ധ്യമാണ്. വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂരിലെ അസ്മ മരിച്ചതുപോലെ തന്നെയാണ് ആശുപത്രിയിൽ പ്രസവിച്ച അലോപ്പതി ഡോക്ടർ വിജയലക്ഷ്മി മരിച്ചതും. എല്ലായിടത്തും പ്രസവത്തിന് റിസ്ക് ഉണ്ട്. ആസ്മയുടെ പ്രസവത്തിൽ സംഭവിച്ചത് കുറ്റകൃത്യമാണോ അവകാശ ലംഘനമാണോ എന്നൊന്നും ഇനിയും വ്യക്തതയില്ല. എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്താണെന്ന് കണ്ട ആളോ അറിഞ്ഞ ആളോ അല്ല ഞാൻ. സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നതിന് അബദ്ധമാണ്. കാരണം അവിടെ എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയൂല. അതിപ്പോൾ അന്വേഷണം നടക്കുകയല്ലേ, ആ അന്വേഷണം പുരോഗമിക്കട്ടെ. വീട്ടിലെ പ്രസവത്തിനുള്ള പ്രചാരണത്തിൽ മതപരമായ ഒരു നിർദ്ദേശവുമില്ല. പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് അവരവരുടേതായ കംഫർട്ട് സോൺ ഉറപ്പാക്കണമെന്ന് മാത്രമാണ് അക്യൂഷന് നൽകാനുള്ള സന്ദേശമെന്നും അൽതാഫ് മുഹമ്മദ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തെ അക്യുപങ്ക്ചർ ചികിത്സാ തട്ടിപ്പിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. 5.5 വർഷത്തെ അക്യുപങ്ക്ചർ അടക്കം പഠിപ്പിക്കുന്ന കോഴ്സ് കഴിഞ്ഞ് ഡോക്ടർമാർ ആയവർക്ക് പോലും പ്രസവ ചികിത്സ ചെയ്യാനുള്ള പരിശീലനം നൽകുന്നില്ല എന്നിരിക്കെയാണ് ഈ തട്ടിപ്പുകൾ ഇങ്ങനെ വ്യാപകമായി തുടരുന്നത്. സർക്കാർ വ്യാജന്മാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ തന്നെ ആവശ്യപ്പെടുന്നു. 5.5 വർഷം കൊണ്ട് അക്യുപഞ്ചർ പരിശീലനമടക്കം പൂർത്തിയായി മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച ഡോക്ടർമാർ സംസ്ഥാനത്തുണ്ട്. എന്നാൽ ഇവർ പോലും ചെയ്യാത്തതാണ് 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവർ പ്രസവ ചികിത്സയിലടക്കം ചെയ്യുന്നത്. പ്രസവം പോലെയുള്ളത് ഈ ചികിത്സാ രീതിയുടെ പരിധിയിൽ വരുന്നില്ല എന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തര ചികിത്സാ പദ്ധതിയല്ല ഇത്. അക്യുപഞ്ചർ എന്നുള്ളത് ഒരു ചൈനീസ് സയൻസ് ആണ്. മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു സയൻസാണ്. WHO അംഗീകരിച്ചിട്ടുള്ളതാണ്. അക്യുപഞ്ചറിൽ എവിടെയും ഡെലിവറി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എമർജൻസി മെഡിസിൻ അല്ല ബേസിക്കലി അക്യുപഞ്ചർ. അതിൽ ഡെലിവറി വരുന്നില്ല. അത് ചൈനയാണ് ഇതിൻ്റെ ഉത്ഭവം. ചൈനയിൽ പോലും ഇതാരും ചെയ്യുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഡെലിവറി എടുക്കാനുള്ളത് അക്യുപഞ്ചറിലില്ല. 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കഴിഞ്ഞവരാണ് പലയിടത്തും ചികിത്സിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കഴിഞ്ഞ പലരും പലയിടത്തും ചൂഷകരായി മാറുന്നു. ഡോക്ടർ ആര്, വ്യാജനേത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഇതിലെ വ്യാജന്മാരെ കണ്ടുപിടിച്ച് അവരെ സമൂഹത്തിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലൊരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ആളുകളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. കാരണം അതില്ലാതെ വരുമ്പോൾ ഇതിലേതാണ് വ്യാജൻ, 3 മാസം പഠിച്ചവരേതാണ്, 5.5 വർഷം പഠിച്ചവരേതാണ്, 6 മാസം പഠിച്ചവരേതാണ്, ശരിക്കുള്ള ഡോക്ടർ ഏതാണ്. അപ്പോൾ ഇതിങ്ങനെ ആളുകളുടെ ജീവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഈ വ്യാജന്മാർ കാരണം. അതിൻ്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടത് 5.5 വർഷം പഠിച്ച് ഡോക്ടേഴ്സായ ഞങ്ങളുമാണ്. സോ ഇത് ഞങ്ങൾക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഇതുപോലുള്ള വ്യാജന്മാരെ തിരിച്ചറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ സംവിധാനം എത്രയും പെട്ടെന്ന് ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യകതയാണ്. വ്യാജ അക്യുപഞ്ചർ ചികിത്സയിലൂടെ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. 3 മാസത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടും അക്യുപഞ്ചർ പ്രാക്ടീഷണർ ആണെന്ന് പറഞ്ഞ് കൂണുകൾ പോലെ കേരളത്തിൽ ക്ലിനിക്കുകൾ വരുന്നുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ അവരാണ് യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സമൂഹം കൊണ്ടുപോകുന്നൊരു സാഹചര്യവും ഉണ്ട്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു 3 മാസം വെറും ഒരു 3 മാസം പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ശരീരത്തിലെ അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ചാൽ ആ ശരീരത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഈ അക്യുപഞ്ചർ ചെയ്യുന്നത് പൊതുസമൂഹത്തിന്, ആളുകളുടെ ആരോഗ്യത്തിന് ഒരിക്കലും ഗുണം ചെയ്യാൻ സാധ്യതയുള്ള കാര്യമല്ല. KGMOയെയും നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ജനങ്ങൾക്കിടയിൽ അവബോധം കുറവായതുകൊണ്ട് തന്നെ ചൂഷണം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മറ്റു വാർത്തകളിലേക്ക് പോകാം. കോഴിക്കോട് ചക്കിട്ടപ്പാറ പൂഴിത്തോട്ടിൽ വീണ്ടും പുലി. പൂഴിത്തോട് മാവട്ടത്ത് ആടിനെ പുലി കൊന്നു. ഷെഡിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ജനുവരിയിലും ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. പുലിയെ പിടികൂടാൻ പ്രദേശത്ത് വനം വകുപ്പ് ഇപ്പോൾ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ KCB ഉദ്യോഗസ്ഥനെതിരെ ലൈംഗികാതിക്രമ പരാതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ റാഷിദിനെതിരെ പോലീസ് കേസെടുത്തു. ഓഫീസിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന ജീവനക്കാരിയുടെ പരാതിയിലാണ് കേസ്. മാർച്ച് 25-നാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. വിഷയത്തിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. ആരോപണ വിധേയനായ റാഷിദിനെ ഉടൻ ചോദ്യം ചെയ്യും. മുനമ്പം ഭൂമി കേസിൽ അതിവേഗം വിധി പറയാൻ വഖഫ് ട്രൈബ്യൂണൽ. തിങ്കളാഴ്ച മുതൽ കേസിൽ ദിവസവും വാദം കേൾക്കുകയാണ് ട്രൈബ്യൂണൽ. മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് പണ്ട് ഫറൂഖ് കോളേജ് കോടതിയിൽ സമ്മതിച്ചതാണോ അല്ലയോ എന്നതിലാണ് ഇപ്പോൾ വാദം പുരോഗമിക്കുന്നത്. മുനമ്പം ഭൂമി കേസിൽ ഫാറൂഖ് കോളേജ് അസോസിയേഷൻ പണ്ട് പറവൂർ സബ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് വഖഫ് ബോർഡിന്റെ ആയുധം.
സ്ഥലം വഖഫ് ആണ് എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലമാണത്രേ കോളേജ് അന്ന് കോടതിയിൽ സമർപ്പിച്ചത്. കോളേജിന്റെ സ്ഥലത്ത് താമസിച്ചിരുന്ന 14 കുടികിടപ്പുകാർക്കെതിരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധികളും ഉണ്ടായി. ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ഭൂമി എന്ന് വാദിച്ച ഫാറൂഖ് കോളേജ് ഇപ്പോൾ ഭൂമി വഖഫ് അല്ലെന്ന് വാദിക്കുകയാണെന്ന് വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ വാദിച്ചു. പറവൂർ സബ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിപ്പകർപ്പുകളും സത്യവാങ്മൂലവും ട്രൈബ്യൂണൽ പരിശോധിക്കും. വഖഫ് അല്ലെങ്കിൽ ഫറൂഖ് കോളേജ് വിറ്റിന് യാതൊരു തടസ്സമില്ലല്ലോ, നിയമ തടസ്സമില്ലല്ലോ. കേസ് കൊടുക്കുന്ന കാലത്ത് കുടികിടപ്പുകാർക്ക് സംരക്ഷണം ഉണ്ടായിരുന്നില്ല. ലാൻഡ് റിഫോംസ് ആക്ട് അന്ന് ബാധകമായിരുന്നില്ല. പിന്നീടാണ് അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നിയമം പാസ്സായത്. മുനമ്പം ഭൂമി വഖഫാണെന്നും കയ്യേറ്റം ഒഴിവാക്കി ബോർഡിന്റെ കീഴിൽ ചേർക്കണമെന്നും ചൂണ്ടിക്കാട്ടി പരാതി നൽകിയ സ്ഥലത്തിന്റെ മുന്നുടമയായ സിദ്ദിഖ് സേഠിന്റെ മകൾ സുബൈദാബായിയുടെ മക്കൾ ട്രൈബ്യൂണലിൽ നിലപാട് മാറ്റിയിരുന്നു. സ്ഥലം വഖഫ് അല്ലെന്നാണ് പുതിയ നിലപാട്. അതേസമയം മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ തുടർച്ചയായി വാദം കേട്ട് വേഗത്തിൽ വിധി പറയുന്നതിനാണ് ട്രൈബ്യൂണൽ നീക്കം. അവധി ദിവസങ്ങളൊഴികെ തുടർച്ചയായി വാദം കേൾക്കും. പുതിയ നിയമം നിലവിൽ വന്നതോടെ മുനമ്പത്തെ ഭൂമി വഖഫിന് പുറത്തായെന്നും അത് സംബന്ധിച്ച നിയമ നടപടികൾ അപ്രസക്തമായെന്നും BJP വാദിക്കുന്നതിനിടെയാണ് കേസ് വേഗത്തിൽ തീർക്കാനുള്ള ട്രൈബ്യൂണലിന്റെ നീക്കം. ഇതിനിടെ നിയമം കൊണ്ടും മുനമ്പത്തെ തർക്കം തീരില്ലെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മുനമ്പം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന വഖഫ് ബോർഡിന്റെ ആവശ്യം തള്ളി വഖഫ് ട്രൈബ്യൂണൽ. പറവൂർ സബ് കോടതിയിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ഹർജിയാണിപ്പോൾ ജസ്റ്റിസ് രാജൻ തട്ടിൽ അധ്യക്ഷനായ ട്രൈബ്യൂണൽ തള്ളിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, എന്താണ് ആ ഹർജി അങ്ങനെ തള്ളുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? പകരം കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ രേഖകൾ അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമോ? ശ്രീജ, ഇന്നലെ നടന്ന വിസ്താരത്തിനിടെയാണ് നിർണായകമായ ചില വിവരങ്ങൾ ഈ വഖഫ് ബോർഡ് കോടതിയുടെ മുമ്പാകെ വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനം 1971 പറവൂർ സബ് കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ മുൻപത്ത് ഈ സ്ഥലത്ത്, അതായത് ഫാറൂഖ് കോളേജിന്റെ സ്ഥലത്ത് 14 കുടിയേറ്റക്കാർ അല്ലെങ്കിൽ ഈ കുടികിടപ്പ് ആളുകൾ താമസിച്ചിരുന്നു. ഈ കുടികിടപ്പുകാർക്ക് പട്ടയം നൽകണമെന്ന ആവശ്യവുമായി അവർ 1969 ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനെ സമീപിച്ചു. എന്നാൽ അവർ അത്തരത്തിൽ നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചു. പിന്നീടാണ് പറവൂർ സബ് കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. ഈ ഹർജിയിൽ വിശദമായി വാദം കേട്ടപ്പോൾ ആ സമയത്ത് ഫാറൂഖ് മാനേജ്മെന്റ് അസോസിയേഷൻ കോടതിയിൽ വ്യക്തമാക്കിയത് ഇത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ വഖഫ് ചെയ്ത സ്ഥലമാണ്, അതുകൊണ്ട് ഈ കുടികിടപ്പ് അവകാശം അടക്കമുള്ള ഭൂപരിഷ്കരണ നിയമത്തിലെ മറ്റു പല വകുപ്പുകളും ഈ ഭൂമിയിൽ നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ വാദം അംഗീകരിച്ചാണ് അന്ന് പറവൂർ സബ് കോടതി ഈ സ്ഥലത്തിന് കുടികിടപ്പ് അവകാശം നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചത്. പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം അവിടുത്തെ താമസക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് മറ്റ് വ്യവഹാരങ്ങൾ അതിന്മേൽ നടന്നിട്ടില്ല എന്ന രേഖകൾ തെളിയിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ വിഷയം വളരെ സജീവമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുൻപം ഭൂമി പിന്നീട് ഫാറൂഖ് കോളേജ് വിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുകയും ചെയ്ത് ഇന്നലെ എന്തായാലും വാദത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു കേട്ടത് ഈ വഖഫ് ബോർഡിന് വലിയ ആയുധമായി മാറിയത് 1971 ഈ പറവൂർ സബ് കോടതിയിലെ ഉത്തരവാണ്. ആ ഉത്തരവ് കോടതിയിൽ നിന്നും വിളിച്ചു വരുത്തണമെന്ന ആവശ്യം ഇന്നലെ വഖഫ് ബോർഡ് അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അങ്ങനെ കോടതിയിൽ നിന്നും വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വിളിച്ചു വരുത്തേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്കാണ് ട്രൈബ്യൂണൽ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉപഹർജി ഇന്നലെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. വേണമെങ്കിൽ വഖഫ് ബോർഡിന് കോടതിയിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത കോപ്പികൾ, അതായത് രേഖപ്പെടുത്തിയ പകർപ്പുകൾ വാങ്ങാൻ എന്നും അതും കോടതിയിൽ ഹാജരാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ കോപ്പികൾ തന്നെ, കോടതി രേഖകൾ തന്നെ ഇവിടെ എത്തിക്കണം എന്ന ആവശ്യമാണ് വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹൈക്കോടതി രേഖകളുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ട്രൈബ്യൂണലിന്റെ തീരുമാനം കോടതി രേഖകൾ വിളിച്ചു വരുത്തേണ്ടതില്ല എന്നതാണ്. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുമുണ്ട്. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിങ്ങൾ വഖഫിനെ എതിർക്കുന്നില്ലെന്നും എതിർക്കുന്നവർക്ക് പ്രത്യേക താൽപര്യങ്ങളുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. US തീരുവകൾ രാജ്യത്തെ ബാധിക്കില്ല. അഴിമതി മറച്ചുവെക്കാൻ വേണ്ടിയാണ് ലോക്സഭാ മണ്ഡല പുനർനിർണയത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിമർശിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് 18 റൈസിംഗ് ഭാരത് സമ്മിറ്റ് 2025 പങ്കെടുത്തായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ന്യൂനപക്ഷ സമുദായത്തിലെ സ്ത്രീകളെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയും ശാക്തീകരിക്കാൻ വഖഫ് നിയമം സഹായകരമാകുമെന്ന വാദമാണ് അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നിയമനിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. വഖഫ് വിഷയത്തിൽ ആവശ്യമായ സമയം നൽകിയിട്ടും കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പാർലമെന്റിൽ സംസാരിച്ചില്ല എന്നും അമിത്ഷാ. पूरे देश के सामने ढिंढोरा पीटा राहुल गांधी एंड कंपनी ने
कि सीएए से मुसलमानों की नागरिकता चली जाएगी। अब सीएए पूर्णतया लागू होने से 2 साल हो गए। मैं राहुल गांधी को सार्वजनिक चुनौती देता हूं, एक भी मुसलमान की अगर नागरिकता गई है तो हमें बताए। पूरे देश को कांग्रेस पार्टी ने गुमराह किया, इनके इंडी अलायंस वालों ने गुमराह किया। मुसलमानों की नागरिकता चली जाएगी, नागरिकता चली जाएगी, नागरिकता चली जाएगी, और देश में हिंसा कराए। यही जिम्मेदार है हिंसा के। US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ തീരുവകൾ രാജ്യത്തെ ബാധിക്കില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രതിരോധ ശേഷിയുള്ളതാണ്. മുംബൈ ആക്രമണക്കേസിലെ പ്രതി തഹാവൂർ റാണയെ കൈമാറാൻ അമേരിക്ക തയ്യാറായത് മോദി സർക്കാരിന്റെ ആഗോള നയതന്ത്ര മികവാണ് പ്രകടമാക്കുന്നത് എന്നും അമിത്ഷാ അവകാശപ്പെട്ടു. भारत की जमीन, भारत का सम्मान और भारत के नागरिकों के साथ दुर्व्यवहार भी किया है, वो हमारे कानून के जद में लाना चाहिए। और मैं मानता हूं तब राणा की यहां वापिस आना ये मोदी सरकार की कूटनीति का बहुत बड़ी सफलता है जी। तो क्योंकि जिनके समय में जब बम धमाके हुए वो तो ला नहीं पाए, मगर आज वो वापिस आएगा, हमारी अदालत के सामने पेश होगा, हमारे संविधान के तहत उसको सजा होगी। ये देश के लिए बहुत बड़ी उपलब्धि है. മണിപ്പൂരിൽ സമാധാനം വളർത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത അമിത്ഷാ ആവർത്തിച്ചു പറഞ്ഞു. ഇരുവിഭാഗങ്ങളുടെയും ആശങ്ക പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അവരുമായി സംവദിക്കുന്നുണ്ട്. हमारा तो प्रयास है कि जल्दी से दोनों समुदायों के बीच में बातचीत हो और शांति स्थापित हो। कुछ सफलता मिली भी है, घटनाएं तो बंदी हुई है, मगर बातचीत में भी कुछ सफलता मिली है। परंतु मुझे लगता है कि 2-3 दौर की बाढ़ और होगी. ചിലർ എതിർക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ നന്മയ്ക്കായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആത്യന്തികമായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണയ്ക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പൗരത്വ നിയമം പാസാക്കിയതിനെ തുടർന്ന് ആക്രമണം പടരുന്ന അന്തരീക്ഷം രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യാംഗങ്ങളും സൃഷ്ടിച്ചു. സിഎഎ നിലവിൽ വന്നു. എന്നാൽ ആരുടെയെങ്കിലും പൗരത്വം ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും അമിത്ഷാ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 2 ദിവസത്തെ CPI സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് തുടങ്ങും. പാർട്ടി സമ്മേളനങ്ങളുടെ നടത്തിപ്പും സംഘടനാ വിഷയങ്ങളുമാണ് പ്രധാന അജണ്ട. മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെതിരെയുള്ള പാർട്ടി നടപടിയിൽ വിമർശനം ഉയർന്നേക്കാം. പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ പാടില്ലെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശവും ചർച്ചയാകും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഒരുപക്ഷെ സാധാരണ നടക്കാറുള്ള കൌൺസിൽ യോഗങ്ങളെക്കാൾ ഇന്നത്തെ ചർച്ചയ്ക്ക് പ്രാധാന്യമേറുന്നതും ഈ വിഷയങ്ങളൊക്കെ വരുമെന്നതുകൊണ്ടാണ്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വരുന്ന ഒരു നേതൃയോഗം എന്ന നിലയ്ക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? ഇന്നലത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് പിന്നാലെയാണ് ഇന്നും നാളെയുമായി സംസ്ഥാന കൗൺസിൽ കൂടി യോഗം ചേരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി CPIയുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മത്സരം ഒഴിവാക്കണം എന്നതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്ന നിർദ്ദേശമാണ്. അതിനെതിരെ വ്യാപകമായ അമർഷമുയരുന്നൊരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താനിടയായ കാര്യം എന്താണ് എന്നത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ കൗൺസിൽ യോഗത്തിലുണ്ടാകും. അതിനെതിരെ വിയോജിപ്പുള്ളവർ അഭിപ്രായം അറിയിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം KE ഇസ്മായിലിനെതിരായി പാർട്ടി എടുത്ത നടപടി കടുത്തതായി പോയി എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഘട്ടത്തിൽ ഇസ്മായിലിനെതിരെ ഇങ്ങനെയൊരു നടപടി വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. ഈ കാര്യങ്ങളിലടക്കം സംസ്ഥാന കൗൺസിലിൽ വിശദമായി ചർച്ച ചെയ്യും. അതോടൊപ്പം സമ്മേളനം ആയി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള തുടർ നടപടികളായിരിക്കണം സംഘടനാ തലത്തിൽ വേണ്ടത് എന്ന കാര്യത്തിലടക്കം വിശദമായ ചർച്ചകൾ കൗൺസിൽ യോഗത്തിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. 3 സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾക്ക് ഡ്രൈ ഡേയിൽ ഇളവ് നൽകി സർക്കാരിന്റെ പുതിയ മദ്യനയം. ടൂറിസം മേഖലകളിൽ ഡ്രൈ ഡേക്ക് പ്രത്യേക ഫീസ് നൽകി മദ്യം വിളമ്പാം. 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ കള്ള് വിളമ്പാനും മദ്യനയത്തിൽ അനുമതിയുണ്ട്. വിനോദസഞ്ചാര യാനങ്ങളിൽ മദ്യം വിളമ്പാനും പുതിയ മദ്യനയം അനുമതി നൽകുന്നു. പുതിയ മദ്യനയത്തിലാണ് ഡ്രൈ ഡേയിലടക്കം ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം. വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടിയാണ് ഇളവുകളിൽ അധികവും. ഇന്റർനാഷണൽ കോൺഫറൻസുകളോ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗോ മറ്റു പരിപാടികളോ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകൾക്ക് ഡ്രൈ ഡേയിലും മദ്യം വിളമ്പാൻ അനുവദിക്കും. അനുമതിക്കായി എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകണം. 50,000 രൂപ ഫീസ് നൽകി 1-ാം തീയതി മദ്യം വിളമ്പാം. ക്രൂയിസ് ഷിപ്പ്, ബോട്ട് തുടങ്ങിയ യാനങ്ങളിലും മദ്യം വിളമ്പാൻ അനുമതിയുണ്ടാകും. എന്നാൽ ഹൌസ് ബോട്ടുകൾക്ക് അനുമതിയില്ല.
നക്ഷത്ര ഹോട്ടലുകളിൽ കേരളത്തിന്റെ തനത് പാനീയമായ കള്ള് വിളമ്പാനുള്ള അനുമതിയാണ് പുതിയ മദ്യനയത്തിലെ മറ്റൊരു ശ്രദ്ധേയ തീരുമാനം. വിളമ്പുന്ന കള്ള് ഹോട്ടലിന്റെ പരിധിയിലുള്ള റേഞ്ചിലെ കള്ള് ഷാപ്പിൽ നിന്ന് വേണം വാങ്ങാൻ. കള്ള് ഷാപ്പുകളോടനുബന്ധിച്ചുള്ള നാടൻ ഭക്ഷണശാലകളിലും കള്ള് വിളമ്പാൻ അനുമതിയുണ്ട്. കുപ്പിയിലടച്ച കള്ളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാനും മദ്യനയം അനുമതി നൽകുന്നുണ്ട്. ലേലത്തിൽ പോകാത്ത കള്ള് ഷാപ്പുകളുടെ നടത്തിപ്പ് തൊഴിലാളികളുടെ സംഘങ്ങൾക്ക് നൽകും. ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്താൻ മദ്യനയം തയ്യാറായിട്ടില്ല. ബാറുകളുടെ ലൈസൻസ് ഫീസ് 35 ലക്ഷം രൂപയിൽ നിലനിർത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞം തീരത്തണഞ്ഞു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC ടർക്കിയെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ബർത്ത് ചെയ്തത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ തുറമുഖത്ത് MSC ടർക്കി നങ്കൂരമിടുന്നത്. ചരിത്ര നിമിഷമെന്നാണ് തുറമുഖ മന്ത്രി VN വാസവൻ പ്രതികരിച്ചത്. ചരിത്രത്തിലിടം പിടിച്ച് അഭിമാനം വാനോളമുയർത്തി ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലുകളിലൊന്നായ MSC ടർക്കി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നങ്കൂരമിട്ടു. കഴിഞ്ഞ ദിവസം പുറംകടലിലെത്തി ബർത്തിങ്ങിനായി കാത്തുകിടന്ന MSC ടർക്കിയെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഇത്ര വലിയ ചരക്കു കപ്പൽ ബർത്ത് ചെയ്യുന്നത്. വിഴിഞ്ഞത്തെത്തുന്ന 257ാമത്തെ കപ്പലാണ് MSC തുർക്കി. ഭീമൻ കപ്പൽ ശ്രേണിയിൽപ്പെട്ട MSC തുർക്കിക്ക് 399.9 മീറ്റർ നീളവും 61.33 മീറ്റർ വീതിയുമാണുള്ളത്. ആഴമാകട്ടെ 33.5 മീറ്ററും. 1995 മുതൽ ലോകത്തെ എല്ലാ പ്രധാന കപ്പൽ റൂട്ടിലും ചരക്കെത്തിച്ചു വരുന്നു. നിലവിൽ വിഴിഞ്ഞം യൂറോപ്പ് സർവീസിന്റെ ഭാഗം. സിംഗപ്പൂരിൽ നിന്നാണ് MSC തുർക്കി വിഴിഞ്ഞത്തേക്ക് എത്തിയത്. ചരിത്ര നിമിഷമെന്നും കമ്മീഷനിങ്ങിന് മുൻപേ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയതിൽ കേരളത്തിന് അഭിമാനമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് MSCയുടെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ ഒരുപക്ഷെ കൊളംബോയിലോ ദുബൈയിലോ പോലും എത്തിച്ചേരാത്ത ഷിപ്പാണ് അടുത്ത ദിവസം ഇവിടെ വരാൻ പോകുന്നത് എന്നത് ഏറ്റവും സന്തോഷകരമായ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ ലോക ഭൂപടത്തിൽ അന്താരാഷ്ട്ര മാരിടൈം ഇപ്പോ നമ്മൾ പൊതുവിലെടുക്കുമ്പോൾ അതിന്റെ ഉന്നതങ്ങളിലെത്തി ഈ സമുദ്രവ്യാപാര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറ്റി തീർക്കുന്ന ആത്യന്തിക ലക്ഷ്യത്തോടുകൂടി എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങുന്നത്. വിഴിഞ്ഞം വഴി യൂറോപ്പിലേക്കുള്ള MSCയുടെ പ്രതിവാര ഡേജ് സർവീസിന്റെ ഭാഗമായാണ് തുർക്കി എത്തിയത്. 8 മാസത്തിനിടെ 5.25 ലക്ഷം കണ്ടെയ്നർ നീക്കം വിഴിഞ്ഞം തുറമുഖത്ത് പൂർത്തിയായി. പ്രതിമാസം 1 ലക്ഷത്തിലേറെ കണ്ടെയ്നറുകളാണ് നീക്കം ചെയ്യുന്നത്. മാർച്ചിൽ മാത്രം ബർത്ത് ചെയ്തത് 53 കപ്പലുകൾ. അതേസമയം ഏപ്രിൽ അവസാനത്തോടെ രാജ്യത്തെ ആദ്യത്തെ ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞത്തെ മാറ്റാനുള്ള നടപടികൾ തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. AIADMKയുമായുള്ള സഖ്യ ചർച്ചകൾ തുടരുന്നതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. അണ്ണാമലയെ മാറ്റി പുതിയ അധ്യക്ഷനെ നിയമിക്കുന്ന കാര്യത്തിലും വിശദമായൊരു ചർച്ച ഉണ്ടായേക്കും. വൈകിട്ട് ആണ് അമിത്ഷാ ചെന്നൈയിലെത്തുക. BJP നേതാക്കളുമായി ചർച്ച നടത്തുന്ന അമിത്ഷാ RSS നേതാവ് S ഗുരുമൂർത്തിയുമായും കൂടിക്കാഴ്ച നടത്തും. എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്ന കാര്യം ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ഇന്ത്യക്ക് കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെ ഇന്നലെയാണ് റാണയെ കൈമാറിയത്. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണ ലോസ് ആഞ്ചലസിലെ തടങ്കൽ കേന്ദ്രത്തിലാണ് കഴിഞ്ഞിരുന്നത്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, വലിയ താമസമില്ലാതെ തന്നെ റാണയും വഹിച്ചുള്ള പ്രത്യേക വിമാനം എത്തുമെന്നാണ് അറിയുന്നത്. ഇതിനു പിന്നിൽ ഒരുപാട് നിയമ പോരാട്ടം നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഏറ്റവും തെരഞ്ഞിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ നോട്ടമിട്ടിരുന്ന ഒരു വലിയ കുറ്റവാളി തന്നെ ഇന്ത്യയിലേക്ക് എത്തുകയാണല്ലോ. ശ്രീജ, തീർച്ചയായും ഏകദേശം ഒരു ഉച്ചയോടുകൂടി എത്തുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കാരണം അത്രത്തോളം രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യയുടെ തന്നെ ഒരു വലിയ നയതന്ത്ര വിജയമെന്ന് തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് റാണയുടെ ഒരു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ 3 സാധ്യതകളാണ് ഡൽഹിയിലെ എവിടേക്കാണ് ഇദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുള്ളത്. അതിൽ 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, പാലം എയർബേസിൽ, രാജ്യാന്തര വിമാനത്താവളത്തോട് ചേർന്നുള്ള പാലം എയർബേസിലോ അല്ലെങ്കിൽ ഹിൻഡൻ എയർബേസിലോ
അതല്ല എങ്കിൽ ഈ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലെ ഏതെങ്കിലും ഒരു റൺവേയിൽ ഈ റാണയും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം കേന്ദ്രസേനയുടെ പ്രത്യേക കമാൻഡോകൾ ആയിരിക്കും ഈ റാണയുടെ സുരക്ഷ ഏറ്റെടുക്കുക. കാരണം അത്രത്തോളം ത്രെറ്റനിങ് ഉണ്ട് റാണയെ കൊണ്ടുവരുമ്പോൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലകളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തീഹാർ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതിനു മുമ്പ് തന്നെ എന്നെ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും 2020 കൂടിയാണ് ഈ റാണയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുഎസിൽ ഇന്ത്യ ഒരു കാര്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതിനുശേഷം 2023 ഒരു തരത്തിലും തന്നെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കോടതികളിൽ ഈ റാണ ഇത്തരത്തിൽ ഹർജികൾ സമർപ്പിച്ചിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ആ കോടതികളെല്ലാം തന്നെ ഈ ഒരു ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെ ഏറ്റവും ഒടുവിൽ യുഎസ് സുപ്രീം കോടതിയെ റാണ സമീപിക്കുകയും സുപ്രീം കോടതി നേരത്തെ എടുത്ത തീരുമാനം, അതായത് യുഎസ് എടുത്ത പോലെ തന്നെ ഇന്ത്യക്ക് കൈമാറാമെന്നുള്ള തീരുമാനം ശരിവെക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം ഈ ഉദ്യോഗസ്ഥർക്ക്, ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥർക്ക്, ഒപ്പം തന്നെ ചാർ സംഘടനയായിട്ടുള്ള റോയിൽ നിന്നുള്ള വിവിധ ഉദ്യോഗസ്ഥർക്കൊപ്പം റാണയെ കൈമാറുകയും ചെയ്ത് എന്തായാലും ഉച്ചയോടുകൂടി ഇവിടേക്ക് എത്തുമെന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വ്യാപാര യുദ്ധത്തിൽ പോര് തുടർന്ന് ചൈനയും അമേരിക്കയും. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ പുതിയ തീരുവ പ്രഖ്യാപിച്ച ചൈനയ്ക്ക് കൂടുതൽ തിരിച്ചടി നൽകിക്കൊണ്ട് അമേരിക്ക കൂടുതൽ തീരുവ പ്രഖ്യാപിച്ചു. ചൈനയ്ക്ക് ഇപ്പോൾ 125% തീരുവയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് കൂട്ടിയ താരിഫിൽ 90 ദിവസത്തെ ഇളവ് അനുവദിച്ചു. അത്രയും നാൾ ഈ 90 ദിവസം 10% താരിഫായിരിക്കും ഇവർക്ക് മേൽ ചുമത്തുക. അതേസമയം ഈ വ്യാപാര യുദ്ധമൊക്കെ നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പ്രശംസിച്ച് ട്രംപ് രംഗത്തെത്തി. ഷീ ജിൻപിങ് വളരെ സമർത്ഥനായ ഭരണാധികാരിയാണെന്നും ഒരു മികച്ച ഡീൽ ഉണ്ടാക്കാൻ പിങ്ങുമായി കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. ഷീ ജിൻപിങ്ങിന്റെ ഒരു കോൾ മതി പ്രശ്ന പരിഹാരങ്ങൾക്ക് എന്ന ട്രംപിന്റെ വാക്കുകളും ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ഒരിടവേള കൂടി. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടി ആശാ സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് സമരസമിതി. സമരം എത്രയും പെട്ടെന്ന് സെറ്റിലാകുമെന്നാണ് പ്രതീക്ഷ. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പൗരസമൂഹം സംഗമിക്കുമെന്നും ആശാ വർക്കർമാർ പറയുന്നു. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ തുടരുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 60ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം അനിശ്ചിതകാല നിരാഹാര സമരം 22 ദിനങ്ങൾ പിന്നിടുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി സമരത്തിന് നേതൃത്വം നൽകുന്നവർക്ക് അത് ഒത്തുതീർപ്പാക്കണം എന്ന ഒരു നിലപാടില്ല എന്ന വിമർശനവുമായി രംഗത്തെത്തിയത്. അതിൽ പ്രതികരണവുമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി കൂടിയായ MA ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നു. മുഖ്യമന്ത്രി ഇന്നലത്തെ പ്രസ്താവന ശ്രദ്ധിച്ചു കാണുമല്ലോ, എങ്ങനെയാണ് അദ്ദേഹത്തോട് മറുപടി പറയാനുള്ളത്? ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ അവതരണം എല്ലാം ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു.
വീണ്ടും ചർച്ച നടക്കും, സമരം സെറ്റിൽ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്നായിരിക്കും ചർച്ച? എന്തെങ്കിലും സൂചനയുണ്ട്? മുഖത്ത് ഭയങ്കര ചിരി. അങ്ങനെയൊന്നും സൂചന വന്നിട്ടില്ല. ഞങ്ങൾക്ക് അതൊന്നും കേട്ടിട്ട് നിരാശയോ അങ്ങനെയുള്ള വിഷമങ്ങളോ ഒന്നുമില്ല. നമ്മൾ 10-ാം തീയതി ഫെബ്രുവരി 10-ന് വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണോ അത് നേരിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോകത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് നിങ്ങളിൽ ചിലർക്കാണ്, ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കാണ് സമരം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് എന്നാണ്. അയ്യോ, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നമ്മള് ഇടയ്ക്ക് നടന്ന ചർച്ച അദ്ദേഹത്തിന്റെ മുന്നിൽ ബ്രീഫ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മിനിറ്റ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം ഇന്നലെ. പക്ഷെ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളും കൂടിയുണ്ട്. ഇത് സെറ്റിൽമെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു ഫോർമുല നമ്മൾ വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 21,000 രൂപയും വാങ്ങിച്ചേ പോകും എന്നുള്ള പിടിവാശിയാണെന്ന്. അങ്ങനെയല്ല, കമ്മിറ്റിയുടെ ഒരു പ്രപ്പോസൽ വെച്ചപ്പോഴത്തേക്ക് അതിന്റെ ഒരു ചർച്ച ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ പടിപടിയായിട്ട് ഇത് വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ളൊരു ഡിസ്കഷൻ വന്നപ്പോൾ നമ്മളിത് സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചു. ഇങ്ങോട്ട് പ്രപ്പോസലൊന്നും വന്നില്ല ആ അർത്ഥത്തിൽ. അത് അദ്ദേഹം അറിയാതെ പോയോ എന്ന് സംശയം. അതിലെന്താണ് തുടർ നടപടി നിങ്ങൾ മുമ്പോട്ട് വെച്ച ആ പ്രപ്പോസലിൽ? അല്ല, അത് ചർച്ചയ്ക്ക് വിളിക്കണം. നമ്മുടെ നമ്മൾ ഈ പർട്ടിക്കുലറായി ഉയർത്തിയിരിക്കുന്ന 2 ഡിമാൻഡുകളിലും തീരുമാനം വരണം. തീരുമാനം കമ്മിറ്റി തീരുമാനമല്ല. നമ്മൾ ഉയർത്തിയിരിക്കുന്ന അതിലൊരു ആ 2 ഡിമാൻഡുകളിന്മേൽ ചർച്ച ചെയ്ത് അതിനൊരു പ്രഖ്യാപനം ഉണ്ടാവും. എന്നാലേ നമുക്ക് നാളെ കഴിഞ്ഞ് നടക്കുന്ന പരിപാടി പ്രതിഷേധം ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ അതോ? തീർച്ചയായിട്ടും കേരളത്തിന്റെ പൗരസമൂഹം പല തലങ്ങളിൽ വന്ന് പല ഘട്ടങ്ങളിൽ ഈ 60 ദിവസത്തിനുള്ളിൽ വന്ന് നമ്മളെ പിന്തുണച്ചു പോവുകയാണ്. അവരെല്ലാരും കൂടെ ഒന്നിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാരും കൂടെ കേരളത്തോടൊപ്പം ആശമാരോടൊപ്പം കേരളം ഉണ്ടാവുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്. മറ്റ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ അവരാണ് മുൻകൈ എടുത്തിരിക്കുന്നത്, ഞങ്ങളല്ല. ഡോക്ടർ ആസാദ്, ജോസഫ് സി മാത്യു സാറ്, പി ഉഷ, ഡോക്ടർ KG താര ഇവരെപ്പോലുള്ള ആളുകൾ മുൻകൈ എടുത്തിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയോടൊപ്പം ചേരാൻ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും അവരുടെ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും ഒപ്പം ഇവിടെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് നാമമാത്രമായ ആളുകൾ മാത്രമാണ് ആശാവർക്കർമാരായി ഇവിടെ ഉള്ളതെന്നാണ്. അത് എന്താണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഉയർത്തുന്ന ഡിമാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എത്ര പേരുണ്ട് എന്നുള്ളതല്ലല്ലോ, പറയുന്നത് ശരിയാണോ ന്യായമാണോ എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. അപ്പോൾ അതാണ് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾക്ക്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ അഭിപ്രായങ്ങൾക്ക് ആശാ വർക്കർമാരുടെ പ്രതികരണം, മറുപടി അതാണ്. എന്തായാലും കാത്തിരിക്കാം അങ്ങനെയൊരു ചർച്ച ഉണ്ടാകുമോ എന്നറിയാൻ. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൊച്ചിയിൽ ഝാർഖണ്ഡ് സ്വദേശികൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഇന്ന് ശിശുക്ഷേമ സമിതിക്ക് കൈമാറും. ജനറൽ ആശുപത്രിയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെട്ടു. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതിക്ക് ഈ കുഞ്ഞിനെ കൈമാറാൻ തീരുമാനമായത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, നിധിയായി പിറന്നു വീണ കുഞ്ഞിന്, നിധിയായി കേരളത്തിന് കിട്ടിയ കുഞ്ഞിനെ നിധി എന്ന് വിളിച്ചത് ആരോഗ്യമന്ത്രിയാണ്. എപ്പോഴായിരിക്കും ഈ കുഞ്ഞിനെ കൈമാറുന്നത്? അവളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? കൂടിയാണ് കുഞ്ഞിനെ ശിശുക്ഷേമ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ആജ്ഞയിലേക്ക് എത്താൻ ഇന്നലെ വൈകി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഈ കുഞ്ഞിനൊരു പേര് വേണമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ ആവശ്യപ്പെട്ടപ്പോൾ നിധി എന്ന പേര് നൽകാനാണ് തോന്നിയത്. കേരളത്തിന് നിധിയായി കിട്ടിയ ഒരു കുട്ടിയാണത്. 950 ഗ്രാം മാത്രമായിരുന്നു അവൾ പിറന്നു വീണപ്പോൾ അവളുടെ ഭാരം. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിന് ജില്ലാ ആശുപത്രിയിലെ, എറണാകുളം ജനറൽ ആശുപത്രിയിലെ മിൽക്ക് ബാങ്കിൽ നിന്നുള്ള പാൽ കൊടുത്ത് ആരോഗ്യത്തോടെ ഒരു മിടുക്കിയായി മാറ്റിയ ശേഷമാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് ആ കുഞ്ഞിനെ കൈമാറുന്നത്. ഇന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി നിധിയെ ഏറ്റെടുക്കും. തിരുവനന്തപുരം പേരൂർക്കടയിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി പറയും. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് വിധി പറയുക. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള വെള്ളമടം രാജീവ് നഗർ സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ മാല കവരുന്നതിനാണ് പ്രതി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2022 ഫെബ്രുവരി 6-ന് പകൽ ആണ് ചെടി വാങ്ങാനെന്ന വ്യാജേന എത്തി പ്രതി കൊലപാതകം നടത്തിയത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ സുബ്ബയ്യ, ഭാര്യ വാസന്തി, വളർത്തുമകൾ 13-കാരിയായ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് ഈ പ്രതി വിനീതയെയും കൊലപ്പെടുത്തുന്നത്.
ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശി സുൽത്താനെ ഇന്ന് കേരളത്തിലെത്തിക്കും. ഇന്നലെയാണ് ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറും സംഘവും സുൽത്താനെ പിടികൂടിയത്. ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പനയിൽ മുഖ്യ കണ്ണിയാണ് സുൽത്താൻ എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇന്ന് കേരളത്തിലെത്തിക്കുന്ന സുൽത്താനെ എക്സൈസ് സംഘം വിശദമായി ചോദ്യം ചെയ്യും. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. നിലവിൽ സുൽത്താനും ഭാര്യ തസ്ലീമയും ഉൾപ്പെടെ 3 പേരാണ് കേസിൽ അറസ്റ്റിലായത്. തസ്ലീമ വഴിയാണ് സുൽത്താൻ കേരളത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയത് എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എക്സൈസിന്റെ കണക്കുകൂട്ടൽ. ഇനി IPL വിശേഷങ്ങളിലേക്ക്. IPL-ലെ ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങളുമായി പോയിന്റ് ടേബിളിൽ ഡൽഹി 2ാം സ്ഥാനത്താണ്. 4 മത്സരങ്ങളിൽ നിന്ന് 3 ജയവും 1 പരാജയവുമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 3ാം സ്ഥാനത്തും നിൽക്കുകയാണ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ തകർത്തെറിഞ്ഞ് ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ഉയർത്തിയ 218 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്തിയ രാജസ്ഥാൻ 19.2 ഓവറിൽ 159 റൺസിന് പുറത്തായി. 58 റൺസ് ജയത്തോടെ ഗില്ലും സംഘവും പട്ടികയിൽ 1ാമതെത്തി. 5 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 1 തോൽവിയും അടക്കം 8 പോയിന്റാണ് ഗുജറാത്തിന്. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും വെടിക്കെട്ടുമായി ക്രീസിൽ നിലയുറപ്പിച്ച സായ് സുദർശനാണ് ഗുജറാത്തിന്റെ സ്കോറിംഗിന് വേഗം കൂട്ടിയത്. Ball is left armers, 7 wickets in IPL. Wants a good start here, and it goes to Sanju Samson. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിൽ ബാഴ്സലോണയ്ക്കും PSG-ക്കും തകർപ്പൻ ജയം. ബാഴ്സ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്തു. 1-നെതിരെ 3 ഗോളുകൾക്കാണ് PSG ആസ്റ്റൺ വില്ലയെ മുട്ടുകുത്തിച്ചത്. ബാഴ്സയ്ക്കായി ലെവൻഡോവ്സ്കി 2ഉം റഫീഞ്ഞെ, യമാൽ എന്നിവർ ഓരോ ഗോൾ വീതവും നേടി. ഡിസിഗെ ഡൌവ, ക്വാററ്റ്സ്ഖേലിയ, ന്യൂനോ മെൻഡസ് എന്നിവർ PSG-ക്കായി സ്കോർ ചെയ്തപ്പോൾ ആസ്റ്റൺ വില്ലയുടെ ആശ്വാസ ഗോൾ നേടിയത് മോർഗൻ റോജേഴ്സ് ആണ്. കേരളത്തിൽ ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കാൻ ന്യൂസ് 18 കേരളം നൽകുന്ന ബിസിനസ് അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും ഇന്ന് വൈകിട്ട് 5-ന് തിരുവനന്തപുരം ഒബൈ തമാരയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ബിസിനസ് മേഖലകളിൽ വിജയക്കൊടി പാറിച്ച 13 സംരംഭകരെയാണ് ആദരിക്കുക. വ്യവസായ മന്ത്രി P. രാജീവ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ബിജു രമേശ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംപിക എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വിഷുവിന് ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ. വിഷുവിനായി നാടെങ്ങും ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കളർഫുൾ വെറൈറ്റി പടക്കങ്ങളാണ് വിപണിയിലെത്തിയിട്ടുള്ളത്. അതേസമയം ഓൺലൈൻ പടക്ക കച്ചവടം വലിയ പ്രതിസന്ധിയാകുന്നതായി വ്യാപാരികൾ പറയുന്നു. പടക്കമില്ലാതെ മലയാളികൾക്ക് എന്ത് വിഷു? ഇക്കൊല്ലവും പുതുമകളേറിയ പടക്കങ്ങൾ വിപണി കീഴടക്കുകയാണ്. വലിയ ശബ്ദത്തിനപ്പുറം നിറത്തിലും സ്വഭാവത്തിലും പുതുമയുള്ള ഇനങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കമ്പിത്തിരിക്കും മേശപ്പൂവിനും നിലച്ചക്രത്തിനും തന്നെയാണ് ഡിമാൻഡ്. പാക്കറ്റിന് 10 രൂപ മുതൽ 500 വരെയുള്ള കമ്പിത്തിരികൾ എത്തിയിട്ടുണ്ട്. പഴയ കാലത്തിനെ അപേക്ഷിച്ച് പൊട്ടുന്ന പടക്കങ്ങൾക്ക് കച്ചവടം കുറവാണ്. കൂടുതലും ചൈനീസ് പടക്കങ്ങളാണ് വിറ്റഴിക്കുന്നത്. വട്ടത്തിൽ വിരിയുന്ന കുടക്കമ്പിത്തിരി, സിൽവർ ഫിഷ്, ഷോർട്ട് ടോയ് ഗണ്ണ് തുടങ്ങി വെറൈറ്റി ഇനങ്ങളാണ് പടക്ക വിപണിയിലെ താരങ്ങൾ. കുട്ടികൾ ഏറ്റവും ഈ തവണ സെയിൽ ചെയ്തതും കുട്ടികൾ ഇഷ്ടപ്പെടുന്നതുമായ ഒരു ടോയ് ഗണ്ണാണ്. ഇതിങ്ങനെ കുട്ടികൾക്ക് കത്തിച്ച് പിടിക്കാവുന്നതാണ്. ഇതിൽ നിന്നിങ്ങനെ ഉണ്ട പോകുന്നത് പോലെ ബോളുകൾ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പല മോഡലുകളും ഇക്കുറി ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ മിക്ക ഇനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. നിയമങ്ങൾ ലംഘിച്ചു നടക്കുന്ന ഓൺലൈൻ പടക്ക കച്ചവടം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും വ്യാപാരികൾ പറഞ്ഞു. യാതൊരു കടലാസുമില്ലാതെ ഓൺലൈൻ വ്യാപാരം നടക്കുകയാണ്. അതിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ചില മേഖലകളിലെല്ലാം ഓൺലൈൻ കച്ചവടം നടക്കുന്നുണ്ട്. വളരെ അപകടകരമായൊരവസ്ഥയാണ്. ഓൺലൈൻ കിറ്റുകൾക്കിടയിലൂടെ ഈ പടക്കം കൊണ്ടുവന്നിട്ട് വിൽപ്പന നടക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. കനത്ത ചൂടും മുൻവർഷങ്ങളിലെ അപകടങ്ങളും കണക്കിലെടുത്ത് പടക്ക വിപണിയിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വഴിയോര പടക്ക വിപണികൾ ഇത്തവണ കുറവാണ്. വിഷു അടുക്കുംതോറും പടക്ക വിപണികളിൽ ഇനിയും തിരക്കേറും. ന്യൂസ് 18 പട്ടാമ്പി.
കൊച്ചി നഗരത്തിന്റെ സൗന്ദര്യമായ മറൈൻ ഡ്രൈവിനെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിൽ നിരീക്ഷണ കമ്മിറ്റി രൂപീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കോടതിയുടെ ഉത്തരവ്. കായൽ തീരത്തെ കാറ്റേറ്റ് കായലോരങ്ങളുടെ സൗന്ദര്യം നുകർന്ന മിഴിവേകുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ മറൈൻ ഡ്രൈവിലെത്തുന്നവർ നിരവധിയാണ്. എന്നാൽ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ മറൈൻ ഡ്രൈവിന്റെ മുഖം മങ്ങുകയാണ്. നടപ്പാതകളിലും കായലോരങ്ങളിലുമായി പ്ലാസ്റ്റിക്കുകളും മദ്യക്കുപ്പികളും വലിച്ചെറിഞ്ഞ് ആ സൗന്ദര്യം നശിപ്പിക്കുന്നു. ഫാമിലിയായിട്ട് വന്നിരുന്ന ഒന്ന് ഇരിക്കാനുള്ളൊരു പ്രോപ്പറായിട്ടൊരു സ്പേസ് ഒന്നുമില്ല. മൊത്തം കാക്കകളും തൂറിയായിട്ടിരിക്കുകയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതിലൂടെ ഇഷ്ടംപോലെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ആളുകളാരും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതാണ് ഇതിനകത്ത് മെയിൻ പ്രശ്നം. നമ്മൾ തന്നെ ഇത് ചെയ്യണം, എന്നാലേ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ൽ മറൈൻ ഡ്രൈവിന്റെ അവസ്ഥ കണ്ട് കോടതി ലക്ഷ്യ ഹർജി നൽകിയതാണ് കൊച്ചി സ്വദേശി രഞ്ജി ജി തമ്പി. 6 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് മറൈൻ ഡ്രൈവ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. മറൈൻ ഡ്രൈവ് ഇത്രയും ഭംഗിയായി ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും ധാരാളം പ്രശ്നങ്ങൾ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൻ്റെ അകത്ത്. അവിടെ നല്ല ഗാർഡൻ ഉണ്ട്, അതൊക്കെ ഇപ്പോൾ വളരെ മോശമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈൽസൊക്കെ ഇപ്പോൾ CSMൽ ചെയ്ത വർക്കാണ്, അത് ഒത്തിരി ഷാബി വർക്കാണ്. കാര്യം അവിടെ ടൈൽസ് എല്ലാം പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതെല്ലാം ഞാൻ പറഞ്ഞത് ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് ആവശ്യമാണ്. പിന്നെ ഈ കമ്മിറ്റിയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് 1 വർഷം 2 പ്രാവശ്യം എന്തായാലും മീറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കമ്മിറ്റിയോട്. അപ്പോൾ കമ്മിറ്റിയുടെ അതൊരു 4 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് സെക്രട്ടറി, GCDA സെക്രട്ടറി, കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവർ 4 ആഴ്ചയ്ക്കകം യോഗം ചേർന്ന് കമ്മിറ്റിക്ക് രൂപം നൽകണം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസർക്കാണ് ചുമതല. ജനങ്ങൾക്ക് പരാതി അറിയിക്കുവാനും സൗകര്യമുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് പട്ടാമ്പിയിൽ വയോജനങ്ങൾക്ക് ആവശ്യമായ കട്ടിലുകൾ വിതരണം ചെയ്തു. നഗരസഭയിലെ 187 ഗുണഭോക്താക്കൾക്കാണ് സിംഗിൾ കോട്ട് കട്ടിൽ നൽകിയത്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് വയോജനങ്ങൾ, രോഗബാധിതർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കട്ടിലുകൾ നൽകിയത്. 187 ഗുണഭോക്താക്കൾക്ക് കട്ടിൽ ലഭിച്ചു. സാധാരണക്കാരായ വയോജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകുന്നതിൽ യാതൊരു തർക്കവുമില്ല. അവശരായിട്ടുള്ള ആളുകൾക്ക് ഒരു കട്ടിൽ വാങ്ങുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ നഗരസഭ ഇപ്രാവശ്യം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7,80,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ഒരു കട്ടിലിന് 4,200 രൂപയോളം ചിലവ് വരും. ഗുണമേന്മ കണക്കിലെടുത്താണ് മരം കൊണ്ടുള്ള കട്ടിലുകൾ നിർമ്മിച്ചത്. ഓരോ വാർഡിലെയും തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ കട്ടിലുകൾ നൽകിയത്. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം പൊന്മുടി എപ്പോഴും യാത്രികൾക്ക്, വിനോദസഞ്ചാരികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. അവിടെ താമസത്തിനൊക്കെ കൂടുതൽ സൗകര്യമൊരുങ്ങുകയാണ്. തിരുവനന്തപുരം പൊന്മുടിയിൽ സർക്കാരിന്റെ പുതിയ അതിഥി മന്ദിരം തുറന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. 4 നിലകളിലായി 22 റൂമുകളാണ് പുതിയ കെട്ടിടത്തിലുള്ളത്. 12 കോടി 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ടൂറിസം മേഖലയിൽ കേരളം ഇപ്പോൾ മത്സരിക്കുന്നത് ലോകരാജ്യങ്ങൾക്കൊപ്പമാണെന്ന് മന്ത്രി പറഞ്ഞു. 20 കോടിയിലധികം അധിക വരുമാനമാണ് ഓൺലൈൻ ബുക്കിംഗ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആരംഭിച്ചതിന് ശേഷം PWD റെസ്റ്റ് ഹൗസിൽ സർക്കാരിന് ലഭ്യമായതെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നദികളുണ്ട്, മലയോര മേഖലയുണ്ട്, എല്ലാം കൊണ്ടും ടൂറിസ്റ്റുകൾക്ക് എവിടെ പോയാലും നല്ല പോസിറ്റീവ് അനുഭവങ്ങൾ നൽകുന്ന സ്ഥലങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് കേരളത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുമ്പിലുള്ള ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിലാണ് പ്രത്യേകിച്ച് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലയോര മേഖലയിലും തീരപ്രദേശത്തുമുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം.
ഈ വേനൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത വലിയ രീതിയിൽ മിന്നലൊക്കെ ഉണ്ടാവും. ആ ഇടിമിന്നലിനെ പേടിച്ച് കഴിയുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ. കഞ്ഞിക്കുഴിയിലെ പൊന്നെടുത്താൽ ഗ്രാമവാസികളാണ് ഇടിമിന്നൽ മൂലം കടുത്ത ദുരിതം അനുഭവിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച്, ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠനം വേണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. പൊന്നെടുത്താൽ ഗ്രാമവാസികൾക്ക് വേനൽ മഴയുടെ കാലം കടുത്ത ആശങ്കയുടെ നാളുകളാണ്. ഇടുക്കിയിൽ ഏറ്റവും അധികം ഇടിമിന്നൽ ഭീഷണിയുള്ള പ്രദേശമാണിവിടം. മുൻകാലങ്ങളിലൊക്കെ വേനൽ മഴയ്ക്കൊപ്പം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്തുകാർ അവരുടെ ആശങ്കകൾ അധികൃതരെ അറിയിക്കുമെങ്കിലും ഇതിൽ പഠനം നടത്താനോ സുരക്ഷിതത്വം ഒരുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. പല ഘട്ടങ്ങളിലും ജനപ്രതിനിധികൾക്ക് മുമ്പിൽ ഇതേക്കുറിച്ച് പറയുമ്പോൾ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പഠനം നടത്താം, ശാശ്വത പരിഹാരം കാണാം എന്നാണ് പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരിൽ നിന്നറിയാൻ കഴിയുന്നത് ഈ പ്രദേശത്തെ ധാതു സമ്പത്തിലുള്ള ഗണ്യമായ വ്യത്യാസമാണ് ഈ ഇടിമിന്നലിന് കാരണമാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രംഗത്ത് ഭൗമ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പഠനം നടത്തി ഈ പ്രദേശവാസികൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാതായതോടെ നിരവധി കുടുംബങ്ങൾ ഗ്രാമം വിട്ടുപോയി. മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാന്തിക ശേഷിയുള്ള ധാതുക്കളാണ് ഇടിമിന്നൽ കൂടാൻ കാരണമെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. ഇതിൽ ആധികാരിക പഠനം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇതോടെ രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ രാവിലെ വീണ്ടും നാളെ കാണാം. വാർത്തകളുടെ വിശകലനങ്ങൾക്കും വിശദമായ ചർച്ചകൾക്കുമുള്ള സമയമാണ് ഇനി. ന്യൂസ് ട്രെൻഡ്സിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.